കുവൈറ്റിൽ പോയപ്പോൾ അങ്ങനെ ഒരാളെ പറ്റിച്ചിട്ട് എൻ്റെ കൂടെയുള്ള പേഴ്സൺ ഇല്ലേ, അപ്പം ഞങ്ങൾ ഹോട്ടലിൽ കോറിഡോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും റൂമാണ്. അവൻ അപ്പുറത്തെ റൂമിൽ, ഞങ്ങളൊരു 3 പേര് ഇപ്പുറത്തെ റൂമിൽ, അവൻ നമ്മുടെ സംക്രാന്തി നാസീറൊക്കെയല്ല അപ്പുറത്തെ റൂമിൽ, ഞങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് റൂമാണ്. അപ്പോൾ രാത്രി ആയപ്പോൾ ഈ പുള്ളി മാത്രമേ റൂമിലുള്ളൂ. ഞങ്ങൾ കണ്ട്, ഞങ്ങൾ ഇപ്പുറത്തെ റൂമിൽ എന്നിട്ട് മറ്റേ ഇൻ്റർകോം ഉണ്ട് ഫോൺ, അതിൽ അപ്പുറത്തെ റൂമിലേക്ക് വിളിച്ചിട്ട് ഇവന്മാർ പറഞ്ഞു നമുക്ക് പോൾസനം പറ്റിക്കാന്ന് പറഞ്ഞു. പറ്റിക്കാൻ പറ്റും, നമ്മൾ പ്ലാനിങ് ചെയ്ത് ഇതിൽ പൊളിയും. ഒരു പണി ചെയ്യാൻ അറബിയെ സംസാരിക്കാവുള്ളൂ. എടുത്തിട്ട് പോൾസനെ കല്ലോന്ന് നോക്കുമ്പോഴേ അറബി മാത്രമേ പറയുള്ളൂ. അതിൽ അവൻ്റെ പേരും പാസ്പോർട്ടും ഒന്നും മാത്രമേ അവന് മനസ്സിലാവുള്ളൂ. വേറൊന്നും പിടികിട്ടല്ലോ. പോൾസൺ പിന്നെ പാസ്പോർട്ട്, ഇത് മാത്രമേ മനസ്സിലാവുള്ളൂ. ബാക്കി കംപ്ലീറ്റ് അറബി ആയിരിക്കണം. അത് ഓക്കെ എന്ന് പറഞ്ഞവർക്ക് മിഥുൻ്റെ കളി എന്ന് പറഞ്ഞ് മാറ്റിട്ടുണ്ട്. അവൻ മറ്റു മൗത്ത് ദിവസം ഒരു ഇതൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ചിട്ട് വിളിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളിത് ലൗഡ് സ്പീക്കർ എന്നാ ചോദിച്ചപ്പോ ഞങ്ങൾ ചിരിയായി പോയി, കട്ട് ചെയ്ത്. ഇത് ഞങ്ങൾ മറിഞ്ഞാണ് ചിരിക്കും. അറബി ചോദിച്ചപ്പോ എന്നാന്ന് ഞങ്ങൾ പിരിവിട്ടു. ഞങ്ങൾ തിരി കുറെ നേരം ചോദിച്ചു കഴിഞ്ഞിട്ട് 1.5 വിളിയിടാന്ന് പറഞ്ഞു. കുറച്ച് ഒരു 5 മിനിറ്റ് 1.5 വിളിച്ചു. എന്നിട്ട് വീണ്ടും വന്നു എന്ന് പറഞ്ഞപ്പോ അയ്യോ അവിടെ നിന്ന് കേൾക്കണം അയ്യോ അതെ പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ തിരുവനന്തപുരം കട്ട് ചെയ്ത്. അപ്പൊ പുള്ളിക്ക് ടെൻഷനായി. പാസ്പോർട്ടൊക്കെ ടെൻഷൻ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പം അവൻ ഇവിടെ വരും, വരാൻ സാധ്യത ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ വരും, ഏറ്റിട്ടുണ്ടെങ്കിൽ. ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ ചിരിക്കരുത്. 3 പേരും ഇങ്ങനെ ഇരിക്കുക. അപ്പം ഡോറിൽ മുട്ടി വന്നിട്ടുണ്ട് തുറക്കാൻ പറഞ്ഞു. ഒന്ന് പുള്ളി എന്നിട്ട് പുള്ളിക്ക് ഇത് പറയാനും എന്തെടുക്കും വരാ ഞങ്ങള് ഒന്നുമില്ല എന്നാ ഒന്നുമില്ല നിങ്ങൾ തന്നെ പരിപാടി എന്നൊക്കെ കുറച്ചെനക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പുള്ളി പയ്യങ്ങ് പോയി ഇറങ്ങി പോകുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പുറത്ത് നിഖിൽ രാജൊക്കെ ഉണ്ട്, നമ്മുടെ സിംഗർ നിഖിലുണ്ട്, സോണിയൊക്കെ ഉണ്ട്. അവർ അപ്പുറത്തെ റൂമിലുണ്ട്. ഇവൻ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കുറച്ച് നിന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നു? അവർ ഇല്ല വിളിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും റൂമിൽ പോയി. അപ്പൊ ഞങ്ങൾ നോക്കി പുള്ളി റൂമിൽ കയറി വീണ്ടും വിളിച്ച് പിന്നെയും വിളിച്ചിട്ട് കൂട്ട് പുള്ളി അങ്കലപ്പായി. റൂമിലേക്ക് പോകുമ്പോൾ ഒരുത്തം പുറകെ പോയി. അവിടെ ചെന്നപ്പം ഇവൻ അവിടെ പറയും, അവരോട് ചോദിച്ചോണ്ടിരിക്കുക നിങ്ങൾ ആരെങ്കിലും ഫോൺ വിളിച്ചായിരുന്നു പാസ്പോർട്ടിന്റെ കാര്യത്തിൽ? ഇപ്പൊ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ചിരിച്ചവിടെ അന്നേരം പൊളിഞ്ഞത്.